ഇന്ന് വളരെ നേരത്തെയാണല്ലോ. ആ, എന്താ വലിയ പൊതിയൊക്കെ? പറയാം. ഇവിടെ ഇരിക്കുക. ചോറ് വിളമ്പ്, വല്ലാതെ വിശക്കുന്നു. ഇന്ന് പതിവ് പരിപാടിയൊന്നുമില്ലേ? എന്ത്? മറന്നുപോയതായിരിക്കും. മറന്നൊന്നുമല്ല, നിർത്തി. സത്യം? സത്യം. ഫസ്റ്റ് ഉറങ്ങുന്നില്ലേ? ഇന്നെന്തോ മനസ്സിന് നല്ല സുഖം തോന്നുന്നു. ചേട്ടനെ അല്പ സന്തോഷത്തോടെ കാണുന്നത് ഇന്നല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും നിനക്കെന്നോട് എന്തും ചോദിക്കാം. ഒരു കള്ളനായിട്ടാണ് ചേട്ടനെ ഞാൻ ആദ്യം കാണുന്നത്. കുറച്ചു ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂവെങ്കിലും എനിക്കിപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ചേട്ടൻ തന്നെ ആയിരുന്നു അത്. ദേഷ്യം തോന്നരുത്. ചേട്ടനെ ഒരു കള്ളനായി കാണാൻ എനിക്ക് പറ്റില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള കാശ് ടാക്സി ഓടിച്ചാ കിട്ടില്ലേ? പിന്നെന്തിനാ? ആദ്യത്തെ മോഷണം നടത്തുന്നവരെ എനിക്കും തോന്നിയിരുന്നില്ല എനിക്കൊരു കള്ളനാകാൻ പറ്റുന്നു. എന്നെപ്പറ്റി ഇതുവരെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, പറയേണ്ടി വന്നിട്ടില്ല. എന്നെ പ്രസവിച്ചതിന്റെ പിറ്റേന്ന് അമ്മ മരിച്ചു. മരിച്ചതാണോ ആത്മഹത്യ ചെയ്തതാണോ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ ആരാണെന്ന് അറിയില്ല. എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ഇടയിലാണ് ഞാൻ വളർന്നത്. അവിടെ എനിക്കൊരു കളിക്കൂട്ടുകാരിയെ കിട്ടി, ലില്ലി. അവളെന്റെ കൂട്ടുകാരി മാത്രമായിരുന്നില്ല, എന്റെ പെങ്ങളായിരുന്നു. അവളുടെ അമ്മയ്ക്ക് ഞാൻ അവരുടെ പിറക്കാത്ത മകനും. ഇന്നത്തെ ഫെർണാണ്ടസ് മുതലാളി അവിടുത്തെ വെറും ഒരു ലോറി ഡ്രൈവറായിരുന്നു. സുഖമായിരുന്നു ആ കാലം. എല്ലാവരും ഒരു കുടുംബം പോലെ. അവിടേക്കാണ് ഞങ്ങളുടെ എല്ലാം ചീത്തക്കാലം പോലെ അവൻ കടന്നു വന്നത്. ഇങ്ങോട്ടാ. എന്തിനാടാ ഇങ്ങനെ വെറുതെ മനുഷ്യന്റെ മാനം കളയാനായിട്ട് ജനിച്ചത്? ഇവള് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ സൂപ്പർവിഷൻ ആക്കിയത്. ബന്ധത്തിലൊരുത്തം വെറുതെ തെണ്ടി തിരിഞ്ഞു നടക്കണ്ടെന്ന് വിചാരിച്ചു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തെന്ന്? എന്ത് ചെയ്തെന്ന ഇവരെ മുമ്പിൽ വെച്ച് ഞാൻ അതും പറഞ്ഞോ? തെണ്ടി ഇതാ ഇവള് പറഞ്ഞല്ലേ യോഗ്യതകളൊക്കെ. അവള് മാത്രമല്ല, മാനമായിട്ട് കഴിയുന്ന പല പെണ്ണുങ്ങളും പറഞ്ഞു ഇനി നിന്നെ ഇവിടെ കാണണ്ട.
എവിടെ വേണമെങ്കിലും പോയിക്കോ. മേലാൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പറയുന്നത് കേട്ടില്ല. പോകാൻ. ഇനി എന്തെങ്കിലും ഉണ്ടായാൽ മുതലാളി വിഷമിക്കണമെന്നില്ല. അതെ, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. മോന്താ, ആ എന്താ ആശാനെ, നീ ഒന്നിങ്ങോട്ട് വന്നേ. പുതിയ മിലിറ്ററി കൊട്ടാലം കിട്ടിയോ? ഇങ്ങോട്ട് വരാൻ. ലില്ലി എവിടെ? പണിയിലാവും. എന്താ? മറിയച്ചേർക്ക് മരിച്ചു. എപ്പോ? പള്ളിയിൽ നിന്ന് വരുമ്പോഴാ, വഴിയെ കിടന്ന. അവളോട് എങ്ങനെ പറയും? പറഞ്ഞല്ലേ പറ്റൂ. പോകാനുള്ളവർ പോയി എന്ന് വെച്ച് എനിക്ക് ആരുണ്ട് മുകുന്ദേട്ടാ? ഞങ്ങളൊക്കെ പിന്നെന്തിനാ? എനിക്കാരുണ്ട്? എന്നിട്ട് ഞാൻ ജീവിക്കുന്നില്ല സന്തോഷമായിട്ട്. ഞാൻ പോയി കഴിക്കാൻ വല്ലതും വാങ്ങിച്ചോണ്ടിരാം. ആ കാർത്തിയാനി ചേച്ചി മറ്റോ ഇവിടെ കൂട്ടിടക്കാൻ കിട്ടുമെന്ന് നോക്കാം. നീ ഒന്ന് ഇതിനൊക്കെ കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. ചെകുത്താനെ പോലുണ്ട് കണ്ടാല്. കഴിഞ്ഞില്ലോടി. അതിനു മുമ്പ് തുടങ്ങിയോ? എന്തോന്ന്? അത് തന്നെ, മറ്റേത്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്താണ് ഇത്ര യോഗ്യത ആ തെണ്ടിക്ക്? വൃത്തിയായിട്ട് വർത്താനം പറയരുത്. പറയാനല്ല ഞാൻ വന്നത്. എന്നെ നീയൊക്കെ കൂടി ഇവിടുന്ന് പറഞ്ഞു വിട്ടപ്പോ സമാധാനമായെന്ന് വിചാരിച്ചു അല്ലേ? മര്യാദക്കാണെങ്കിൽ ഒരു പിടിവലി ഒഴിവാക്കാം. ചുന്നാ തോന്നണേ. എന്ത് മണ്ടത്തരം മൂന്നാ നീ കാണിച്ചേ? ആരെങ്കിലും അറിഞ്ഞാ കുഴപ്പാവും. കൊലപാതക. ഒരു കാര്യം ചെയ്യാം, ലോറിയിലെടുത്തിടാം. ദൂരെ എവിടെയെങ്കിലും കൊണ്ടേ തട്ടാം. ഇല്ലേ, നീ ഇവിടെ നിൽക്കണ്ട. എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം എടുത്തോ. ചെല്ലേ. മൂന്നാ പിടിക്കടാ. ജീവിതത്തിൽ ആദ്യമായി ചെയ്തു പോയ ഒരു തെറ്റ്. കൊല്ലണം വിചാരിച്ചല്ല ചവിട്ടിയത്. പക്ഷേ വരുന്ന വഴിക്ക് എവിടെയോ ഒരിടത്ത് ഫെർണാണ്ടസ് തന്നെയാണ് ആ ശരീരമെടുത്ത് വഴി കിടത്തിയത്. അന്ന് ഞങ്ങൾ ആ നാട് വിട്ടു. തടി കടത്തിയും ചിട്ടി നടത്തിയും ഫെർണാണ്ടസ് വലിയ മുതലാളിയായി. ഞാൻ അയാളുടെ കളിപ്പാവയായി. എന്നിട്ട് ആ ലില്ലി ഇപ്പൊ എവിടെ? അവള് ഇവിടെ തന്നെയുണ്ട്. ആ ഫെർണാണ്ടസ് മുതലാളി അവളെ ഭാര്യയാക്കി. എനിക്ക് അയാളെ എതിർക്കാൻ നിർത്തിയില്ല. പെട്ടുപോയി. ഞാൻ അയാളെ അനുസരിക്കാതിരുന്നാൽ ലില്ലി അയാളെ ഉപദ്രവിക്കും. ഒരു ദിവസം ഞാൻ ആ തെണ്ടിയെ തീർക്കും. വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. മൂന്നേടി നിനി കിടന്നോളൂ. നേരെ ഒരുപാട് വൈകി.
കിടന്നോളൂ. ഓയല്ല ശരിയായി. പോലീസ് മാറ്റാൻ മാറ്റാം. ആരാ ഇത്? ഞാനാ സാർ. ഞാനെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ. ഏതാ കുട്ടി? പുഷ്കരനാ കുട്ടി. നീ ഇവിടെ എന്ത് ചെയ്യാ? ഞാൻ മൂത്രമൊക്കെയായിരുന്നു സാർ. എവിടെ? ഇതാ 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 ഇതാ. എവിടെ? ഇതാ ഇവിടെ ഇവിടെ. പുഷ്കരൻ എവിടെ? ഞാനത് സാറിനോട് ചോദിക്കാൻ നിൽക്കായിരുന്നു. പുഷ്കരൻ ചേട്ടൻ ഇപ്പൊ എവിടെയാ? നീ മൂത്രം വെച്ച് കഴിഞ്ഞല്ലേ? കുറച്ച് പെൻഡിങ്ങിലുണ്ട്. എന്നാ ബാക്കിയുള്ള കൊണ്ട് ഒഴിച്ച് സ്ഥലം വിടാൻ നോക്ക്. ഒഴിക്കടാ. തോന്നുന്നു. അയ്യോ മുണ്ടായില്ല. ആ നേരത്തെ താറു വഴി കണ്ട ഒരുത്തക്കേട്. അവന് മൂത്രമൊഴിക്കാൻ കൊണ്ടൊരു സമയേ. നാളികേരം പിടിക്കാൻ ഞാൻ ഇടുകയല്ലേ തലേ. കാലി തരാൻ പറ്റുമോ? പിടിച്ചോ പിടിച്ചോ. ഇനി കാലക്കൊയ. അതല്ലേ കായക്കൊല. കായക്കൊല ഇനിയുണ്ടാ ഇനിയുണ്ടാ. പിന്നെ നാളികേരം ദൈവം ഞാൻ കയറി. ഞാൻ വീഴൊന്നുമില്ല. ഞാൻ വീഴില്ല. വിട്ടോ 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 വിട്ടോ. അയ്യോ എന്റെ മൂട് കളി. എന്റെ അമ്മോ എന്റെ നാളികേരം മുട്ടിക്കേറി. ഇങ്ങോട്ട് നോക്കിയേ. എന്താ നീ എന്റെ വീട്ടിന് കോഴിനെ മോഷിക്കാണ്? എന്റെ അച്ഛൻ പറഞ്ഞ കക്കാൻ പോകുമ്പോ നല്ലത് അന്തസ്സുള്ള തണ്ടികളുടെ കൂടെ പോകാൻ. ഞാൻ തിന്നടാ. അയ്യോ ആകെ നീരാണ് നിൽക്കരുത്. ചാരി നിർത്തിട്ടൊന്നും തരാട്ടാ. ശരി അങ്ങനെയൊക്കെ തന്നെയാ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. മനസ്സിലായോ? വെച്ചേട്ടെ. ഫോൺ ചെയ്തോണ്ടിരിക്കും. സാറേ ഗുഡ് മോർണിംഗ്. കണ്ടില്ല അവന്റെ ഒരു അഹങ്കാരം. ഇവൻ ആ മേനോൻ കേസിലെ പ്രതിയാണ് സാർ. മോഷണമാണ് ഇവന്റെ തൊഴില്. ഇന്നലെ വാഴകൾ മോഷ്ടിക്കുമ്പോഴാണ് ഇവനെ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചത്. താനല്ലേടോ ഇയാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത്? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ സാർ. ഇപ്പൊ അവൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ കുറ്റമൊന്നും സമ്മതിച്ചിട്ടില്ല. എന്റെ പൊന്ന് സാറേ ഇങ്ങനെ പറഞ്ഞു വിശ്വസിക്കരുത്. ഇന്നലെ ഇവന്റെ മുണ്ടരിപ്പിച്ച് നട റോഡിൽ ഈ മനുഷ്യൻ 4 മണിക്കൂർ നിർത്തി ആൾക്കാരെ കൊണ്ട് കളിയാക്കിച്ച് ഈ ദുഷ്ടൻ. എന്നിട്ട് എന്റെ കൂട്ടുകാരന്റെ തോർത്തുകൊണ്ട് മേടിപ്പിച്ച് ഇവനെ ഉടുപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിച്ചത്. ഇവൻ കള്ളനാണ്. ഇവനല്ലേ ഒരു ഡിസെൻട്രി. ഇംഗ്ലീഷിൽ എന്താ പറയാ? എനിക്ക് നിന്നെ ശരിക്കും അറിയാട്ടോ. ഇത് എന്റെ അമ്മായപ്പന്റെ വീടൊന്നുമല്ല. കൊണ്ടുപോയി രണ്ടുപേരും ലോകം എന്താ ഈ വഴിക്കൊന്നും കാണുന്നില്ലല്ലോ? എനിക്ക് വേറെ ചില അത്യാവശ്യ ജോലികളുണ്ടായിരുന്നു. അത്യാവശ്യ ജോലികളെന്ന് വെച്ചാൽ? അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എറണാകുളം അല്ല ഈ കോഴിക്കോട് ഈ മദ്രാസ് ബോംബെ ഒക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. നല്ല വഴിയാവില്ല. അതുകൊണ്ടാ പറയാൻ ഇത്ര മടി. മുകുന്ദേട്ടൻ എപ്പോഴും പറയും രാജൻ നല്ല പയ്യനാണ്, എന്റെ അനിയനെ പോലാണെന്നൊക്കെ. പക്ഷേ അതൊന്നും എനിക്കത്ര വിശ്വാസമില്ല. മൂന്നെണ്ണം പറഞ്ഞത് ഉള്ളതന്നെ. എന്നാ കാപ്പി ഉണ്ടാക്കാം. കാപ്പി വേണം. പേര് രാധയാണെന്നും മുകുന്ദേട്ടന്റെ ഭാര്യ അല്ലെന്നും മനസ്സിലായി. അതിൽ കൂടുതൽ ഒരു പിടിയില്ല. അത്രേ അറിഞ്ഞാ പോരെ? മതിയെങ്കിൽ മതി. പക്ഷെ പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെങ്ങനെയാ? ഈ മുഖലക്ഷണം പഠിച്ചാൽ എന്ത് കാര്യവും പറയാം. അത്യാവശ്യം കൈ നോക്കാനും അറിയാം. ആ കൈ ഒന്ന് കാണിച്ചേ. ഇതെന്റെ തൊഴിലൊന്നുമല്ല. വെറുതെ 2 ലക്ഷണം പറയാമെന്ന് വിചാരിച്ചാ. ആ കൈ ഒന്ന് കിട്ടിയേ. ഒന്ന് കിട്ടിയേ. അയ്യോ ഇരുന്നേ ഇരുന്നേ. ഓ ഭാഗ്യരേ കിടക്കുന്ന കിടപ്പ് കണ്ടല്ലയോ. ഇനി അങ്ങോട്ട് അടിവെച്ച് കേറ്റവാ. ഭാഗ്യരേഖ
താലിയോഗം വന്ന് വ്യാഴമണ്ഡലത്തിലേക്ക് ഒരു കേറ്റം കേറിയിട്ട് കയ്യൊന്ന് നീട്ടി, ഒന്ന് നീട്ടി. 1 2 വേണ്ട, ഒന്നും പറയണ്ട. എനിക്കറിയാം, നിങ്ങളെ പോലെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാണ് ഞാൻ ഇവിടെ വന്നത്. മുകുന്ദേട്ടനാണ് എന്റെ ധൈര്യം. നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് മുകുന്ദേട്ടൻ എങ്ങനെ തോന്നിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സാറേ, ആ സംഭവം സത്യം പറഞ്ഞ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതാണ്. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്തൊരു കാര്യം. ഞാൻ നുണ പറയില്ല, ചത്താരും പറയില്ല. പക്ഷെ കക്കെന്ന് വെച്ചിട്ട് നുണ പറയില്ല. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു വാക്ക് ഒറ്റ അവിടെ നുണ പറഞ്ഞില്ല. അറിയാം സാറിന്? മനുഷ്യരെ എന്നെ പറ്റി എന്തൊക്കെയാ പറയുന്നത് അറിയാമോ സാറേ? മൂത്രമൊഴിക്കണ ഒരു കാര്യം പറയാനല്ലേ. മാത്തച്ഛൻ സാറായിട്ട് സംസാരിക്കാൻ എന്താ? സാറിപ്പോ കണ്ണൂർക്ക് പോവല്ലേ? അതെ. തിരിച്ചു പോരുന്ന വഴി മാഹിയില് വിദേശ മദ്യം വളരെ ലാഭത്തിന് കിട്ടും. അവിടുന്ന് ഈ സാധനം ഇവിടെ കൊണ്ടൊന്ന് വിറ്റാൽ അതിന്റെ 3 ഇരട്ടി ലാഭം കിട്ടും. സാറ് തിരിച്ചു പോരുന്ന 4-5 കേസ് പോലീസ് ജീപ്പിൽ എടുത്തിട്ടോളൂ. പോലീസ് ജീപ്പിലാ? പോലീസ് ജീപ്പിലാണ്ട് കാലീസ് ജീപ്പിലിടാൻ പറ്റുമോ? കുറുന്തോട്ടിക്ക് വാദം വരുമോ? വാദം വരുമോന്ന് എന്റെ പൊന്നി ചേട്ടാ, ചേട്ടന് യാതൊരു ബോധമില്ല അല്ലേ? ദേ, ഇങ്ങനത്തെ ചില സൂത്രപ്പണികൾ ചെയ്താലേ നമ്മളെപ്പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റൂ. നമ്മളെ പോലെ സാറിനെ പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റൂന്ന്. ഈ തൊപ്പിയും കുപ്പായോ എന്റെ കൈ കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ നാട് മുഴുവൻ ഞാൻ കുട്ടിച്ചോറൊക്കെ. അറിയാവോ? സാറെന്താ ആലോചിക്കണത്? കൂടുതൽ ചിന്തിച്ചാൽ ഭ്രാന്ത് വരും. ഭ്രാന്ത് വരുന്നതിന് മുമ്പ് വേഗം പൊക്കോ. ചെല്ലണോ സാറേ? എന്താടോ, അന്ന് രാത്രിയോടെ തീർന്നോ എന്റെ ബന്ധമൊക്കെ? പിന്നെ ആ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. ഞാൻ വിചാരിച്ചിനി പോലീസ് പിടിച്ചോ അതോ നാട്ടുകാർ തല്ലിക്കൊന്നോ? എന്തു പറ്റി? രാധയൊന്നും പറഞ്ഞില്ലേ? എന്തു പറയാൻ? ഞാനൊരു ദിവസം അവിടെ വന്നിരുന്നു. ഓ, അവിടെ ചിലപ്പോ മറന്നു കാണും. താൻ കയറ്. കയറോ. പ്രതിയെ ഞാൻ കൈയോടെ പിടിച്ചോണ്ട് പോന്നു. വരാൻ വലിയ മടിയായിരുന്നു. നമ്മളേതാണ്ട് തെറ്റ് ചെയ്ത മാതിരിയാ. ഊണ് ഗംഭീരമായിക്കോട്ടെ. മുടിയനായ പുത്രന്റെ തിരിച്ചുവരവ് മുട്ടനാടിനെ വെട്ടി വേണം ആഘോഷിക്കാനെന്നാ. വാ. നീ വയ്ക്ക. എവിടെ നിന്ന് വരുന്നു? കണ്ണൂർ ജയിലിൽ നിന്ന്. കണ്ണൂര്? ആ. ജീപ്പിനകത്ത് മുഴുവൻ മദ്യക്കുപ്പികളാ. മാഹിന്ന് കൊണ്ടുവരുന്നത്. ഓഹോ, കണ്ടില്ലേ? എന്റെ പഴമ്പോ, എന്റെ പൂന്ന്. ഇതാണ് പരിപാടി അല്ലേ? അയ്യോ എന്റെ പൊന്ന് സാറേ, പണം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത കുറെ ഗൾഫുകാർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. അവരെ കണ്ടുപിടിച്ച് കുറെ ഡെപ്പോസിറ്റ് സംഘടിപ്പിക്കാൻ നോക്ക്. 1000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹5,000. ഫെർണാണ്ടസ് ഫൈനാൻസിയേഴ്സ്, ഫെർണാണ്ടസ് മുതലാളി. നീ ചത്തുപോയെന്നല്ലേ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്? ചത്തു എന്ന് കരുതി നിങ്ങൾ ലോറിയിൽ എവിടെയോ കൊണ്ടുപോയി തപ്പി. ആ പഴയ കണക്കുകൾ തീർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ലില്ലി ഇപ്പോൾ എന്റെ ഭാര്യയാണല്ലേ? പഴയ ഫെർണാണ്ടസ് അല്ല ഇപ്പോ. പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാം. പിന്നെ പണത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാം. വല്ലവന്റെയും ലോറിയുടെ വട്ടുപിടിച്ചിട്ട് ഇവിടെ ഒന്നും ആകാൻ പറ്റില്ലെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ലോറിയിൽ കയറ്റുന്ന ചരക്കുകളുടെ നിലവാരം കൂട്ടി. കശുവണ്ടി, ചന്ദനം,
ആനക്കൊമ്പ്, അങ്ങനെ പലതും. നാട് നന്നാക്കാൻ നമ്മുടെ നേതാക്കന്മാർ ഓടി നടക്കുമ്പോ ജോർജ് കുട്ടി കയ്യിലുണ്ടെങ്കിൽ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല എന്റെ ഭദ്ര. ആട്ടെ, ഞാനിപ്പോ എന്ത് വേണം അത് പറ. എനിക്കുടനെ രാധയെ കാണണം, മുകുന്ദനെ. അത്രേ ഉള്ളൂ. രണ്ടുപേരും ഒരു സ്ഥലത്ത് തന്നെയല്ലേ താമസം. പിന്നെന്താ കാണാൻ ബുദ്ധിമുട്ട്? പക്ഷെ ഒരു കാര്യം, നീ ധൃതി കൂട്ടരുത്. ഇവിടെ നോക്കൂ. അതാണ് എന്റെ മുറി. ജൂവലറിയുടെ നേരെ മുകളിലുള്ളത്.